ഗുജറാത്തിലും ഉത്തർപ്രദേശിലും ഹരിയാനയിലും മറ്റ് ചില സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും ന്യൂനപക്ഷ സമുദായമായ മുസ്ലിം സമുദായത്തിൽപ്പെട്ട പണ്ഡിതന്മാരും മതപണ്ഡിതന്മാരും അതുപോലെ തന്നെ മുസ്ലിം വ്യക്തിത്വങ്ങളും ഒരുപാട് ക്രൂരതകൾക്കും അതുപോലെ തന്നെ ആൾക്കൂട്ട കൊലപാതകങ്ങൾക്കുമൊക്കെ വിധേയമായിട്ടുണ്ട്. അതിനൊന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ ശിക്ഷയില്ലാതെ മുന്നോട്ട് പോവുകയാണ്. അപ്പം നമ്മുടെ കേരളത്തിലും അതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. കാസർഗോഡ് നടന്ന റിയാസ് മൗലവിയുടെ വധക്കേസ്. പള്ളിയിൽ ഉറങ്ങിക്കിടന്ന വ്യക്തിയെ അതിക്രമിച്ച് കയറി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ വെറുതെ വിടുകയും ചെയ്തു. അപ്പം ഇന്നലെ നടന്നത് അജ്മീരിൽ ഒരു ഉസ്താദിനെ മദ്രസയിൽ കയറി അടിച്ചു കൊല്ലുകയും ചെയ്തു. ഇനി അങ്ങോട്ട് കേരളത്തിലുള്ള ഓരോ സംഘി തീവ്രവാദികൾക്കും അവർക്ക് എന്തും ചെയ്യാം, ഏത് സ്ഥലത്തും കയറി ചെന്ന് അടിച്ചു കൊലപ്പെടുത്താം എന്നുള്ള ഒരു പാഠമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിൽ കൊടുക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ഒരു